ഏതാണ്ട് ഇതാ ഈ വലിപ്പത്തിലുള്ള ആപ്പിളാണ് കേട്ടോ ഞാൻ പ്യൂരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇത്രയും വലിയൊരു ആപ്പിൾ എടുത്താൽ മതിയാകും. അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം കഴിക്കുമ്പോൾ തന്നെ അവരുടെ വയറ് നിറയും. ഇനിയിപ്പോൾ ഇതെല്ലാം കുഞ്ഞ് ആപ്പിളാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം നമ്മൾ ഒരു 2 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തേക്ക് നമുക്കത് മതിയാകും. ഞാനിപ്പോൾ ഇതിൽ ആപ്പിൾ സ്റ്റീം ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ആക്കുകയാണ് ചെയ്യുന്നത്. പച്ചയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞു, 1.5 വയസ്സാവാനായി. അതുകൊണ്ട് തന്നെ ഞാനിത് സ്റ്റീം ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ടാണ് നമ്മളിത് പ്യൂരി ആക്കുന്നത്. അപ്പോൾ ഇനി ആപ്പിൾ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ ആപ്പിൾ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി എന്തിനാണ് ഇങ്ങനെ ചെറിയ പീസാക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ കഷ്ണങ്ങളെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആപ്പിളിൻ്റെ പീസസ് മാത്രമാണ് കേട്ടോ അരച്ചെടുത്തത്. ഒട്ടും മധുരവും ചേർത്തിട്ടില്ല. ആപ്പിളിൻ്റെ നല്ല മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ വേറെ മധുരമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വെള്ളവും ഒട്ടും ചേർക്കാതെ നേരെ അരച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഈ അരച്ചെടുത്തത് നമുക്കിനി ബൗളിലേക്ക് മാറ്റാം. നോക്കി നമ്മുടെ ആപ്പിൾ പ്യൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. 1 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ആപ്പിൾ സ്റ്റീം ചെയ്യണ്ട. ഇതിപ്പോൾ ആപ്പിൾ നമ്മൾ പച്ചയ്ക്ക് പ്യൂരി ആക്കിയതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് എൻ്റെ കയ്യിൽ യോഗാട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് യോഗാട്ട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. മോൾക്കത് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ യോഗാട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അതും കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ഉള്ളത് എപ്പിഗമിയയുടെ ഗ്രീക്ക് യോഗാട്ടാണ്, നാച്ചുറലായിട്ടുള്ള യോഗാട്ടാണ്. നമുക്കറിയാം യോഗാട്ടിൽ പ്രോബയോട്ടിക് ഉണ്ട്, അത് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഗ്രീക്ക് യോഗാട്ട് നമുക്കിനി ഇതിൻ്റെ ഒരു 2 സ്പൂൺ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ യോഗാട്ട് ഒരു 2 സ്പൂണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ് കേട്ടോ. 2-3 സ്പൂണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാമേ. അങ്ങനെ ഞാൻ ഇതിലേക്കൊരു 2 സ്പൂൺ യോഗാട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇത് നമുക്ക് ടേസ്റ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ചിട്ടാണ്. നമുക്ക് യോഗാട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് നിർബന്ധമില്ല. പിന്നെ എല്ലാ കുട്ടികളും ഇത് കഴിച്ചുകൊള്ളണമെന്നില്ല. ചില കുട്ടികൾക്ക് ഇത് ഇഷ്ടമാണ്, പക്ഷെ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ യോഗാട്ട് ഇട്ടിട്ട്. ഇപ്പോൾ കണ്ടോ, യോഗാട്ട് വെച്ച് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി നല്ല തിക്കായിട്ട് കിട്ടും. നമ്മുടെ ആ ഒരു പ്യൂരി ഫോം നല്ല തിക്കായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഇതേ നോക്കിയാൽ നമ്മുടെ ആപ്പിൾ പ്യൂരി റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഒട്ടും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, പഞ്ചസാരയോ കൽക്കണ്ടോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആപ്പിളിന് നല്ല മധുരമുണ്ട്, അതുപോലെ തന്നെ യോഗാട്ടിനും ചെറിയൊരു മധുരവും പുളിയും കൂടിയൊക്കെ ചേർന്ന് ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒട്ടും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവുന്നതാണ്. നമസ്കാരം. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടി യാതൊരു മായവും ചേർക്കാത്ത, യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വുമൺ ടു ഫ്ലൈൻ്റെ ഫുഡ് പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സുകളാണ്. അതിലാദ്യത്തേത് കുന്നം കായപ്പൊടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ധാന്യക്കൂട്ടുപൊടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ, ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ പനക്കൽക്കണ്ടം, ഇതെല്ലാം തന്നെ ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ ഹോം പ്രൊഡക്ട്സുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട്, അവരുടെ പാലൊക്കെ കുറവുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ന്യൂ മംസ് ഹെൽത്ത് മിക്സ് പൗഡർ വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗർഭിണികളായിരിക്കുന്നവർക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും സഹായിക്കാവുന്ന പ്രഗ്നൻസി ഹെൽത്ത് മിക്സ് പൗഡറും വളരെ നല്ലതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ അതുപോലെ സ്ട്രോങ് വുമൺ ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് വാങ്ങി ആ ഒരു കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ, പ്രഷർ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇതെല്ലാം തന്നെ വരുന്നത് നിയന്ത്രിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന മില്ലറ്റ്സ് പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമെന്ന് ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. യാതൊരു മായവും ചേർക്കാത്ത, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.